അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഒരു മടി. മറ്റേത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ഇച്ചിരി രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് ജോലിയൊക്കെ ആകുമ്പം വീഡിയോ എടുക്കാനൊരു ഉത്സാഹം ഉണ്ടാകും. പക്ഷേ ഇപ്പം അതില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇടയ്ക്കൊക്കെ ഇടാറുള്ളൂ. ലോങ് വീഡിയോ കുറേ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഇവിടുത്തെ സൃഷ്ടികളാണ്. നമ്മുടെ വരുന്നത് സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ല പഴുക്കാറായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നല്ല പൂവെല്ലാം വിരിഞ്ഞ് നല്ല സുന്ദരമായിട്ടുണ്ട്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു, കഞ്ഞിവെള്ളം ഒഴിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. അതായത് പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു കുളത്തിലും തോട്ടിലൊക്കെ പോയി ഒരു വീഡിയോ എടുക്കണമെന്ന്, വയലും ഒക്കെ ഒന്ന് പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തൊന്ന് ഇടണമെന്ന്. പക്ഷേ ഈ പറഞ്ഞാലും മടിയായിപ്പോയി. എന്തായാലും എടുക്കണം ഒരു ദിവസം പോയി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പഴുത്ത മാങ്ങ, ഇതിലെ ചപ്പമാങ്ങ ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മാങ്ങ നമ്മുടെ മാവൊക്കെ ചെറിയ തൈകളാണ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ മാങ്ങയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ അയലത്തൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും കേട്ടോ. മാവുള്ള വീട്ടിനെക്കാട്ടിലും കൂടുതൽ മാങ്ങ ഈ വീട്ടിൽ കാണും. നല്ലോണം മാങ്ങ കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് മാങ്ങ കിട്ടും. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് പഴുത്ത മാങ്ങ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങ പണ്ടത്തെ കൊണ്ടല്ല, പണ്ട് നമ്മൾ ഈ മാങ്ങ ഇങ്ങനെ കിട്ടുമ്പോഴേ ഒന്നും നോക്കത്തില്ലായിരുന്നു, കഴുകിയിട്ട് ചപ്പി അങ്ങ് തിന്നുമായിരുന്നു. അന്നൊരു വിശ്വാസം പുഴുവൊന്നും കാണത്തില്ലെന്ന്. പക്ഷേ ഇപ്പം നമുക്കങ്ങനെ ചപ്പി തിന്നാൻ പറ്റത്തില്ല കേട്ടോ, കാരണം പുഴു കാണും അതിനകത്ത്. ഇന്നിപ്പോൾ ഞാൻ തോല് പൊളിച്ചെടുത്തപ്പോൾ 1-2 ചെറിയ പുഴുക്കളുണ്ടായിരുന്നു. പണ്ട് ഈ ചപ്പി തിന്നുന്ന മാങ്ങയിൽ പുഴു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമായിരുന്നു. ഇപ്പം അങ്ങനെ ചപ്പി തിന്നാൻ പറ്റത്തില്ല. രണ്ടായാലും ഞാൻ പച്ചമുളകും കരിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടുള്ള മാങ്ങ വേവിച്ചിട്ട് പിന്നെ തേങ്ങയ്ക്കകത്തോട്ട് മഞ്ഞൾ പൊടിയും ചുമന്നുള്ളിയും ഇച്ചിരി ഉലുവാപ്പൊടിയും ജീരകവും കൂടെ ചേർത്ത് തൈരും കൂടെ ചേർത്ത്, ശകലം തൈരും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടുകും കൂടെ വറുത്തൊഴിച്ചു. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി റെഡിയായി. മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മധുരമുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ചോറിൻ്റെ കൂടെ ഇഷ്ടമല്ല കേട്ടോ. മധുരമുള്ള പച്ചടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ്. ഈ സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പം മധുരമുള്ള പച്ചടിയൊന്നും ഞാനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഒരു ചെറിയ നല്ല മധുരം ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. ആ മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പം എനിക്ക് ചോറിനകത്ത് ഇങ്ങനെ ആ മാങ്ങയൊക്കെ ഇങ്ങനെ തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മാമ്പഴപ്പുളിശ്ശേരി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് ചൂടയാണ് മേടിച്ചത്. ചൂടയും മേടിച്ചു, അയിലക്കുഴയും മേടിച്ചു. അയിലക്കുഴ ഇവിടെ ഞാനും അമ്മയൊന്നും കഴിക്കത്തില്ല. പിള്ളേരൊക്കെ കഴിക്കും, വറുത്ത് കൊടുത്ത പിള്ളേരൊക്കെ കഴിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അയിലക്കുഴ മേടിച്ചത്. കണ്ണൻ കുഴ എന്ന് പറയത്തില്ലേ, അത് വാങ്ങിയത്. നമ്മുടെ മിക്കുവിനെ തുറന്നു വിട്ടിട്ടുണ്ട്. കാരണം പൂച്ച ഉണ്ടായിരുന്നേ, പൂച്ച ശല്യം. ഈ പൂച്ച ഓടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ ഈ മീൻ ചട്ടിയിലോട്ട് തലയൊക്കെ ഇടാൻ വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മിക്കുവിനെ തുറന്നു വിട്ടത്. ഇപ്പം മീൻ കണ്ടിച്ച് കഴിയുമ്പോൾ ഉടനെ ഞാൻ മിക്കുവിനെയും കൂട്ടി കയറ്റി, എന്തെങ്കിലല്ലേ പൂച്ചയ്ക്ക് വേസ്റ്റൊക്കെ തിന്നാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ മീൻ വിട്ടതിനെ കാവലിരിക്കുകയാണ് ആഷ്മിയും ലച്ചുമൊക്കെ. അപ്പോൾ ആഷ്മിക്ക് ഉടനെ ഒരു മീനെടുത്ത് പിടിക്കണം കേട്ടോ. പണ്ടൊക്കെ എനിക്ക് കുറച്ചുകൂടെ ചെറുതിലേക്ക് എനിക്ക് ഈ ചൂടയുടെ തലയൊക്കെ കളഞ്ഞു തരുമായിരുന്നു ഈ പിള്ളേർ. ഇപ്പം മീനൊന്നും കൈകൊണ്ട് തൊടത്തില്ല. എന്നാലും ആഷ്മി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഗ്രഹമൊക്കെ പറയും, മീനൊക്കെ ഒന്ന് തൊടണം, മീനൊക്കെ കൈകൊണ്ട് എടുക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു വെട്ടാറായില്ലല്ലോ, വലിയ മീനൊന്നും ഒരു വെട്ടാറായില്ല. പക്ഷേ ചൂടയുടെ തലേ പോലെയൊക്കെ ചെറുതിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. എന്തായാലും മീനൊക്കെ ആസ്വദിച്ച് പിടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് എൻ്റെ തന്നിട്ട് അന്നേരം ഓടി ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈ കഴുകി വൃത്തിയാക്കാൻ. എനിക്ക് സ്മെല്ലടിക്കത്തില്ലേ, സ്മെല്ലും കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല, അതാണ് വെട്ടാത്തത്. വെക്കേഷനൊക്കെ അത്ര പെട്ടെന്നാണ് പോയത്. കാരണം 1 മാസമായി വെക്കേഷനായിട്ട്, ഇനി 1 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഏപ്രിൽ 28 ആഷ്മിക്കുള്ള പുസ്തകമൊക്കെ കിട്ടും. പിന്നെ ട്യൂഷനൊക്കെ വിടണം. മെയ് ആദ്യം മുതൽ ട്യൂഷനൊക്കെ വിടണമെന്ന് വിചാരിക്കുന്നു. ലച്ചുവിന് ഓൾറെഡി ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആശയുടെ തലയിൽ കലാവിരുത് കണ്ടില്ലേ ലച്ചുവിൻ്റെ, ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇപ്പം ആഷ്മിയുടെ തലകെട്ടൊക്കെ വേണം ലച്ചുവിൻ്റെ പരിപാടി. അങ്ങനെ നമ്മുടെ പിങ്ക് പ്രസവിച്ചെടുക്കാൻ കേട്ടോ. 4 കുട്ടികളുണ്ട്, 2 ആണും 2 പെണ്ണും. നമ്മുടെ പിങ്ക് മോടെ ആദ്യത്തെ പ്രസവമാണ്. പപ്പിയുടെ കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തിരുന്നു. നമ്മുടെ ഡുണ്ടു ബേബിയൊക്കെ ഓർമ്മയുണ്ട്, അന്ന് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലേ. അപ്പം ഡുണ്ടുവിനെയും ആ കൂടെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം നമ്മൾ വേറെ വീടുകളിൽ കൊടുത്തു.
ഇതിപ്പോൾ പ്രസവിച്ചിട്ട് ഒരു 2-3 ദിവസമായതേ ഉള്ളൂ നമ്മുടെ പിങ്ക് പ്രസവിച്ചിട്ട്. അവൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ നമ്മളതായിട്ട് അറിയാൻ വയ്യ, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. പപ്പിയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അടിക്കുന്ന ഒരു ശകല സമയം പോലും മാറത്തില്ല, എഴുതി വെച്ചുകൊണ്ട് കിടന്നതിന്. അവൾക്കൊന്നും എക്സ്പീരിയൻസ് ഉണ്ട്, ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട്. അങ്ങനെ തന്നെ ഞാൻ ചൂടയൊക്കെ വെട്ടിയെടുത്തിട്ടോ. ചൂട വെട്ടിയപ്പോൾ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ചൂട, കാരണം അതിൽ കുരുകളുണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചൂട കുറച്ചെടുത്താൽ മതി. ചൂട കുറച്ചെടുത്ത് ഞാൻ തോരൻ വെച്ചു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം പെട്ടെന്ന് റെഡിയായി. മാമ്പഴപ്പുളിശ്ശേരി, ചൂടത്തോരന്, മീൻ വറുത്തത്, പിന്നെ ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ പയർ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിനെല്ലാം കൂടെ പയറും കൂടെ കുറച്ച് മെഴുക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയായി. ഞാനിതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുവാണെങ്കിൽ എടുത്ത് തരും, ഇടയ്ക്കൊക്കെ ഇച്ചിരി എടുത്ത് തരും. അവരൊന്നും മെനക്കെട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ വരത്തില്ല. പിന്നെ ഞാൻ തന്നെ വേണ്ടി ഇതെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഊണ് വിളമ്പുന്നതും കഴിക്കുന്നതും ഒക്കെ എടുക്കാമായിരുന്നു, പക്ഷേ നമുക്ക് എടുത്ത് തരാൻ ആരുമില്ല. പിന്നെ ലച്ചുവിന് മനസ്സ് തോന്നി എടുത്ത് തരുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് തരും. പിന്നെ എനിക്കും ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പം മടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഡെയിലി വീഡിയോ ഇടണം, ഷോർട്ട് വീഡിയോ എങ്കിലും ഡെയിലി ഓരോന്ന് ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും എല്ലാം കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി സ്കൂൾ തുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്.